പക്ഷേ എൻ്റെ ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു സുഹൃത്ത് ഈ അടുത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് യൂട്യൂബറാണ്. അദ്ദേഹത്തിന് സിലിക്കൺ വാലിയിൽ ഒരു ചെറിയ കമ്പനിയുണ്ട് അമേരിക്കയിൽ. ഒരു സിനിമാ പ്രവർത്തകനാണ്. അദ്ദേഹം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് വിവരങ്ങൾ തരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, റോബിൻ, ഇനി വരാൻ പോകുന്നത് യൂട്യൂബിനെ ഒരു വിഷ്വൽ സെർച്ച് എഞ്ചിനായിട്ട് അവർ മാറ്റാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ക്രോമിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ തിരയും, അങ്ങനെ ഉണ്ടല്ലോ. ഗൂഗിളിൻ്റെ ക്രോമിലാണ് നമ്മൾ ഒരു വിഷയം തിരയുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു വിഷയം തിരയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഷ്വൽ സെർച്ച് എഞ്ചിനായിട്ട് ഇതിനെ മാറ്റാൻ പോവുകയാണ്. അതാണ് യൂട്യൂബിൻ്റെ അടുത്ത സ്റ്റെപ്പ് വരാൻ പോകുന്നത്. ഗൂഗിൾ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നതിൻ്റെ ഒരു വഴി അവർ സ്വീകരിച്ചിട്ടുണ്ട്. ചവറുകളായിട്ടുള്ള കണ്ടന്റുകൾ യൂട്യൂബിൽ വന്നു നിറയുന്നത്. ഒരാൾ ചുമ്മാ വെറുതെ നേരം വെളുത്ത് എണീറ്റിട്ട് ഇന്നെന്താണ് ഭയങ്കര കാലാവസ്ഥ മാറ്റം ഉണ്ടല്ലോ, എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ 2 സ്മോൾ അടിക്കാൻ പോകുന്നത് അടക്കമുള്ള മുഴുവൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ചർവണം കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടിടാനുള്ള ഒരു കുപ്പത്തെട്ട് പോലെ ഈ യൂട്യൂബിനെ മാറ്റിയിരുന്ന ആ പ്രവണത അവസാനിക്കും. ആ പ്രവണത യൂട്യൂബ് ഇപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം അവരതിനെ ലൈക്കും വ്യൂസൊക്കെ വ്യൂസ് കുറപ്പിച്ചിട്ട് അതിനെ പതുക്കെ കുറയുമ്പോൾ ഇവിടെ കാമ്പുള്ള കണ്ടന്റുകൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ടീച്ചിങ് സ്വഭാവമുള്ള കണ്ടന്റുകൾ, ഭാഷ പോലുള്ള ആളുകൾക്കൊക്കെ, പ്രഭാഷകർക്കൊക്കെ വലിയ സ്വാധീനം ഇനി യൂട്യൂബിലുണ്ട് കേട്ടോ. വരാൻ പോകുന്ന കാലത്ത് അങ്ങനെയാണ്. അപ്പം ഈ പറയുന്ന നമ്മളൊക്കെ ഈ അവതരിപ്പിക്കുന്ന ഈ വാർത്തകൾക്കൊക്കെ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊക്കെ അവിടെ കിടക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെ കൂട്ടി കൊണ്ടുവന്നുള്ള അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇതിനൊരു വിഷ്വൽ സെർച്ച് എഞ്ചിനായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് യൂട്യൂബ് നടത്തുന്നത് എന്ന ഒരു ചിന്ത, ഒരു കാര്യം എന്നോട് പറയുമ്പോഴാണ് ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വാർത്താക്കുറിപ്പിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന, ലോകത്തിൻ്റെ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. ഗൂഗിളിൻ്റെ അടുത്ത 20 വർഷത്തേക്കുള്ള AI വിപ്ലവത്തിലേക്കുള്ള യൂട്യൂബിൻ്റെ മാർഗരേഖ വന്നിരിക്കുകയാണ്. മനുഷ്യന്റെ വീഡിയോ നിർമ്മാണം AI ഏറ്റെടുക്കുമെന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ കാഴ്ചാനുഭവങ്ങൾ 3Dയിലേക്ക് മാറുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ആ സംവിധാനങ്ങൾ, അതൊക്കെ അവർ വളരെ വിശദമായി പറയുന്നുണ്ട്. പ്രാഥമികമായി ഈ ഒരു വിഷയത്തെ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് ആ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഗൂഗിളിൻ്റെതാണ് യൂട്യൂബ്. അതെ. അപ്പോൾ ഗൂഗിളിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഗൂഗിളിൽ വിരിയാൻ പോകുന്ന ഏത് ഭാവനയുടെ പുഷ്പവും സുന്ദർ പിച്ചൈ എന്ന ഇന്ത്യക്കാരൻ്റെ മനോഹരമായ ഭാവനയിൽ വിരിഞ്ഞതാണല്ലോ എന്ന അഭിമാനം ഇപ്പോൾ AI പുഷ്പമാണ് വിരിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ അഭിമാനം അമേരിക്കക്കാരൻ്റെതല്ല, അത് ഇന്ത്യക്കാരൻ്റേത്. ഏത് ട്രംപ് നിഷേധിച്ചാലും നമ്മളത് ഏറ്റെടുക്കും. ഇനി ആളുകളൊക്കെ ഉണ്ട് അതിന്റെ പുറകിലുണ്ടോ? ഒരുപാട് പേരുണ്ടാവും. ഇന്ത്യക്കാർ തന്നെയാണല്ലോ ഇത്തരം ടെക്കികളുടെ ഒക്കെ തലം. ഞാനിന്ന് മാഷോട് പറഞ്ഞൊരു പേരുണ്ട്, രാജീവ് രത്താനി. അല്ലേ? അങ്ങനെന്താണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ദ DNA ഓഫ് ഗൂഗിൾ എന്നാ പറയുന്നത്. ആണല്ലേ? നമ്മൾ മറ്റൊരു ദിവസം അദ്ദേഹത്തെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അതാണ്, ഒരു ഇന്ത്യക്കാരന്റെ ഭാവനയിലാണല്ലോ ഇതൊക്കെ വളരുന്നത് എന്ന സന്തോഷമുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇത് ഈ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ അത്യധ്വാനം കൊണ്ട് പടർന്ന് പന്തലിച്ച് വമ്പന്മാരായി തീർന്ന അമേരിക്കൻ ടെക്കി കമ്പനികൾ, ഗൂഗിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ഒക്കെ, ആ കമ്പനികൾക്ക് ചോരയും നീരും കൊടുത്ത ഇന്ത്യൻ പൗരന്മാരെ ഉപദ്രവിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ മുന്നിട്ടിറങ്ങി വലിയ കോലാഹലം കൂട്ടുന്നൊരു സമയത്ത് അമേരിക്കൻ ടെക്കികൾ തന്നെ വലിയ മറുപടി കൊടുക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. ഞങ്ങൾ ഈ അന്താരാഷ്ട്ര പൗരസമൂഹത്തിൻ്റെ സഹായത്തോടെ, പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വലിയ തോതിലുണ്ട്. 70% H1B വിസക്കാർ ഇന്ത്യക്കാരാണ്. അവരുടെ ശക്തി ഇനിയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പണിയെടുത്താൽ മതി, ഞങ്ങളെ ജോലി ചെയ്തോളാം എന്നാണ് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത് ഞാൻ കാണുന്നൊരു സന്തോഷം, ഈ അമേരിക്കയിലെ യൂട്യൂബും ഗൂഗിളും ഒക്കെ അടുത്ത 20 കൊല്ലം കൊണ്ട് എന്ത് വളരാൻ തീരുമാനിച്ചുവോ, ഏത് വിധാനത്തിലേക്ക് ഉയരാൻ തീരുമാനിച്ചുവോ, പുതിയ ലോകത്തിൻ്റെ പ്രത്യേകത അതിനേക്കാൾ മുമ്പേ വളരാൻ കെൽപ്പുള്ള ഒരു ഇന്ത്യൻ ടെക്കി സമൂഹമുണ്ട്, ഉണ്ട്. അപ്പോൾ ഈ ഭാവനയുടെ ഒരു വിലാസം, അവരുടെ ആക്ഷൻ പ്ലാൻ 20 കൊല്ലം കൊണ്ട് നമ്മുടെ യൂട്യൂബ് എന്തുമാത്രം മാറാൻ പോകുന്നു, AI അവരെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഈ പ്ലാൻ ഉണ്ടല്ലോ, ഇപ്പം പറഞ്ഞത് നന്നായി.
അവരുടെ കയ്യിൽ നിന്ന് പോവുക. എനിക്ക് ഉറപ്പാണ് 20 കൊല്ലം കൊണ്ട് അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് എന്തെല്ലാമാണെന്ന് നോക്കൂ. ആ 10 കൊല്ലം കൊണ്ട്, ഞാൻ പറയുന്നത് ഉറപ്പിച്ച് പറയുന്നു, ഇത് 10 കൊല്ലം കൊണ്ട് നമ്മുടെ ആളുകൾ 10 കൊല്ലം കൊണ്ട് ഇന്ത്യക്കാർ നേടിയിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഓർമ്മയില്ലേ, ഈ അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ച പലതും അവര് നടപ്പാക്കാൻ ആലോചിക്കുന്നതിന് മുമ്പ് ചൈന നടപ്പാക്കി കഴിഞ്ഞു. ഇന്ത്യ ഇപ്പൊ അതിനേക്കാളും മുമ്പിലാണ്. എന്തൊക്കെയാണ് ഈ പരിഷ്കാരങ്ങൾ? ഒറ്റ കാര്യം കൂടി ആ കൂട്ടത്തിൽ ഓർക്കണം. അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഈ ചവറുകളെ നിന്ന് ശുദ്ധീകരിച്ചിട്ട് കുറെ കൂടി ഗൗരവമുള്ള മനുഷ്യന് ഉപകാരപ്രദമായ കണ്ടന്റിലേക്ക് മാറാൻ ആലോചിക്കുന്നു എന്ന് റോബിൻജി പറഞ്ഞല്ലോ. അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വില കുറഞ്ഞ അശ്ലീലങ്ങളുടെ ആവർത്തനം. ഇപ്പൊ തുണി ഉരിഞ്ഞ് എത്ര കാലം കാണിക്കും? എത്ര തുണി ഉരിഞ്ഞാലും ഒരു മനുഷ്യന്റെ ശരീരമാണ് കാണിക്കാനുള്ളത്. അത് ആണിന്റെ പെണ്ണിന്റെ ആവട്ടെ, എത്ര കാലം അത് ആവർത്തിക്കുക, എത്ര കാലം പുതുമ നിലനിർത്താൻ പറ്റും? എത്ര കാലം നമ്മൾ അശ്ലീലം പറയും? അതിന്റെ ഒരു നിഘണ്ടുവിന്റെ ആവനാഴിയില് തീരൂലേ? നന്മ പറയുന്നതിനും വിജ്ഞാനം വിളമ്പുന്നതിനും ഒരു അതിരുമില്ല. അതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് യൂട്യൂബിന് വന്നെങ്കിൽ, ആ ബോധ്യം യൂട്യൂബിന് വന്നെങ്കിൽ അത് മാനവരാശിക്ക് തന്നെ ഗുണം ചെയ്യുന്ന നിലപാടാണ്. അതുകൊണ്ട് ഈ മോശം വീഡിയോകളും മോശം കണ്ടന്റും മോശം ഭാഷയും മോശം ലക്ഷ്യവും അതുകൊണ്ടല്ലോ മനുഷ്യനെ തമ്മിലടിപ്പിക്കുക, കൊല്ലിക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, നുണ പറയുക, മിസ്ഇൻഫർമേഷൻ കൊടുക്കുക, ഫേക്ക് വീഡിയോസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ എതിരായിട്ടുള്ളൊരു നിലപാടെടുക്കും. ലോക രാജ്യങ്ങൾക്ക് ഗുണകരമാണത്. അവര് നടപ്പിലാക്കാൻ പോകുന്ന വികസനങ്ങളിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ വിഒ എന്ന് പറഞ്ഞ AI മോഡൽ വീഡിയോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. വാക്കുകൾ നൽകിയാൽ, ടെക്സ്റ്റ് നൽകിയാൽ 6 സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വെറുതെ പറഞ്ഞു കൊടുത്താൽ മതി, വീഡിയോ ആയിട്ട് വരും. അത് താനെ നിർമ്മിക്കാൻ കഴിയും. അതിപ്പോൾ നമ്മൾ അത് ഷോർട്സിന് വേണ്ടിയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. അതിപ്പോൾ നിലവിലുണ്ടത്, ഇന്ത്യയിൽ ഇപ്പോൾ അത് വന്നു കഴിഞ്ഞു. അപ്പൊ അതിൽ പിന്നെ ഒരുപാട് ഡെവലപ്മെന്റ്, അതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അടുത്ത വേർഷനൊക്കെ വരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഡീപ്പ് മൈൻഡ്, ഇവരുടെ ഒരു ഗവേഷണ വിഭാഗമാണ് ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്നത്. അവിടെ റോബോട്ട്സ് വികസിപ്പിക്കാനും AI ഉപയോഗിച്ച് വീഡിയോ ഓഡിയോ ഗുണമേന്മ കൂട്ടാനുള്ള ഗവേഷണങ്ങളൊക്കെ ഊർജിതമാക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. യൂട്യൂബ് എന്ന് വെച്ചാൽ റോബോട്ട് നിർമ്മാണം തുടങ്ങുന്നു, അവർക്കിപ്പോ ഇല്ല അതില്ല. റോബോട്ടിക് അത് ഉപയോഗിച്ചിട്ട് റോബോട്ട്സുകൾ ഉപയോഗിക്കുക ഉണ്ടാക്കുന്നല്ല, റോബോട്ടുകൾ വികസിപ്പിച്ചെടുക്കുന്നു. റോബോട്ടുകൾ അതിനുവേണ്ടി വികസിപ്പിച്ചെടുക്കുന്നു എന്നാണ് AI ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ പ്രധാനപ്പെട്ട മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വീഡിയോ വിപ്ലവം വരുന്നു. സംസാരിച്ചാൽ സിനിമ റെഡി. ടെക്സ്റ്റ് നൽകുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച്, വോയിസ് കമാൻഡ് അനുസരിച്ചിട്ട് ഡോക്യുമെന്ററികളോ അല്ലെങ്കിൽ സിനിമയോ നിർമ്മിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ, പറഞ്ഞാൽ മാത്രം മതി. ഒരു സിനിമ എടുക്കൂ, അതിന്റെ കഥ ഇതാണ്, അതിന്റെ ഇമോഷൻ ഇങ്ങനെയാണ്, ഞാൻ ആലോചിച്ചത് ഇങ്ങനെയല്ല, ഇതിന്റെ ഫൈറ്റ് ഇങ്ങനെ വേണം, അത് കുറച്ചുകൂടെ ഊർജ്ജസ്വലമാകട്ടെ, കുറച്ചുകൂടെ ഇമോഷണൽ ആവട്ടെ, കുറച്ചുകൂടെ ഫൈറ്റ് കഠിനമാവട്ടെ, പറഞ്ഞാൽ മതി. അപ്പം ഓട്ടോമാറ്റിക് എഡിറ്റിംഗ്, വീഡിയോയുടെ പശ്ചാത്തലം മാറ്റാൻ പറ്റും, ഡബ് ചെയ്യാൻ പറ്റും, വേറെ സ്റ്റൈലിലേക്ക് തന്നെ മാറ്റാൻ പറ്റും. അപ്പൊ ക്രിയേറ്റർമാർക്ക് ഇത് AI സഹായം, ഓൾ കോ പൈലറ്റ് എന്ന നിലയ്ക്കാണ് ക്രിയേറ്റർമാർക്ക് ഇത് സഹായിക്കുന്നത്. അപ്പം കൃത്യത, നിർദ്ദേശങ്ങൾ നൽകുന്നതിലെ കൃത്യത, ജെമിനി പോലുള്ള വലിയ AI മോഡലുകളുടെ സഹായത്തോടെ നിങ്ങൾക്ക് അടുത്ത് എന്ത് കാണാൻ സാധ്യതയുണ്ട് എന്ന് യൂട്യൂബ് കൂടുതൽ കൃത്യതയോടെ പറയും. അതെ, ജെമിനി അത് വളരെ കറക്റ്റാണ്. ജെമിനിയുടെ ഒരു സാധ്യത അത്യാവശ്യമാണത്. അതായത് നമ്മളിപ്പോൾ എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏതാണ് ആ മനുഷ്യന്റെ താല്പര്യം എന്താണ്, ഇനി കൂടുതൽ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ തരം വിഷയങ്ങളാണ് എന്ന് കണ്ടെത്താൻ അവർക്ക് അൽഗോരിതം മതി. ഇപ്പോൾ ഉണ്ട്. പക്ഷെ നാളെ എന്ത് കാണും? ഓരോ സമൂഹവും നാളെ മലയാളിക്ക് എന്താണ് കൂടുതൽ താല്പര്യം ഉണ്ടാവാനിടയുള്ളത്? ഡീപ്പ് മൈൻഡ്. ആ മൈൻഡ് കണ്ടെത്താനുള്ള റിസർച്ച് വിങ്ങിന്റെ അതാണ് ജെമിനി ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. വളരെ വളരെ ഉപകാരപ്രദം. അത് എന്നിട്ട് നമ്മളോട് യൂട്യൂബ് വന്ന് പറയും, നിങ്ങൾ അടുത്ത കൊല്ലത്തേക്ക്, ഇപ്പോൾ റോബിൻജിയോട് പറയും, നിങ്ങൾ 2030 നിർമ്മിക്കേണ്ട സിനിമ ഏതാണെന്നറിയോ? തീം ഇന്നതായിരിക്കണം, എന്നാലേ ആൾക്കാർ കാണും. മാത്രമല്ല, കൊമേഴ്സ്യലി ഇതിനെ ആലോചിക്കുമ്പം ഒരു കച്ചവടക്കാരന്റെ അടുത്ത്, ഒരു ബിസിനസ്സുകാരന്റെ അടുത്ത് അവരോട് പറയും, ഇയാൾ നാളെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. കൊണ്ട് കൊടുക്കാം. ഇപ്പൊ അഹമ്മദ് മാഷോട് പറയും, ഇന്ന വിഷയം ആണ് കേട്ടോ ഇനി മനുഷ്യർക്ക് താല്പര്യം ഉണ്ടാകാൻ പോകുന്ന ടോപ്പിക്ക്, അത് പഠിച്ച് പറഞ്ഞോളൂ എന്ന് പറയും. അത് മാത്രമല്ല, അഹമ്മദ് മാഷ് നാളെ പറയാൻ പോകുന്ന വിഷയം ഇതായിരിക്കും എന്ന് ഊഹിക്കുകയും ചെയ്യും. അതാണ് എന്റെ മൈൻഡും അതാണ് മൈൻഡിനെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ പുതിയ കാഴ്ചാനുഭവങ്ങൾ നൽകും. വീഡിയോയ്ക്കുള്ളിലേക്ക് AR VR ഓഗ്മെന്റഡ് റിയാലിറ്റി
വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് വീഡിയോകൾക്കുള്ളിലൂടെ 3D ഫോർമാറ്റിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും, ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നതാണ്. പ്രേക്ഷകർ കഥാപാത്രങ്ങളാവും. ചില വീഡിയോകളുടെ ഒഴുക്ക് അതിനെ നമുക്ക് പ്രേക്ഷകന് തീരുമാനിക്കാം, എങ്ങോട്ട് പോകണം, എന്ത് വേണം. പണ്ട് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കഥാപാത്രം ഈ കാണികൾക്കിടയിൽ ഇറങ്ങി വന്നിട്ട് കാണികളോട് ചോദ്യം ചോദിക്കുമ്പോൾ കാണികൾ പറയുന്ന ഉത്തരത്തിനനുസരിച്ച് ഡയലോഗും കഥയൊക്കെ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോവുകയായിരുന്നു, ഗതി മാറ്റിയിരുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ സീരിയലുകളൊക്കെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ താല്പര്യം അനുസരിച്ച് സീരിയലുകൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കഥ നീട്ടി കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. അതുപോലെ യൂട്യൂബും ചെയ്യാൻ പോകുന്നു. പക്ഷെ കണ്ടോണ്ടിരിക്കുമ്പോൾ അതിന്റെ കഥാന്ത്യം അപ്പോൾ തീരുമാനിക്കാം. അതെ അതെ, നമുക്കപ്പോൾ തീരുമാനിക്കാം. അത് എനിക്കറിയില്ല ഇത് എന്താണ്, എങ്ങോട്ടാ പോകുന്നത് അല്ലേ. വോയിസ് കൺട്രോൾ, വോയിസ് കമാൻഡുകളോ ആംഗ്യങ്ങളോ കാണിച്ചുകൊണ്ട് യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റും. സാങ്കേതികമായി ക്വാളിറ്റി കൂട്ടാം എന്ന് വെച്ചാൽ നമ്മൾ കൈ പ്രയോഗിക്കാതെ തന്നെ അല്ലെ, വിഷ്വലി ആയിട്ട് ഇരുന്നുകൊണ്ട്. ഇപ്പോ എനിക്ക് റോബിൻ തിരുമലയുടെ സിനിമ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതി, അപ്പൊ സിനിമ വരും. വരട്ടെ. ഇതെനിക്ക് തോന്നുന്നു ഒരു വലിയ എന്താ പറയാ ഉപചാര സമൂഹവുമായിട്ട് വഴി നടക്കുന്ന മഹാരാജാക്കന്മാരായിട്ട് എല്ലാ പ്രേക്ഷകരും മാറുകയാണ്. അതെ അതെ, ഉത്തരവിടാൻ കാത്തു നിൽക്കുന്ന AI-യുടെ ഭൂതമാണ്. കറക്റ്റ്, ഭൂതഗണങ്ങളെയും കൊണ്ടാണ് മുക്കുവനെ സ്നേഹിച്ച ഭൂതം പോലെ വരട്ടെ, സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ റെഡിയാണ്, സംഭവിക്കാൻ പോകും അല്ലേ. അപ്പൊ ക്വാളിറ്റി കൂടും, തീർച്ചയായും ഡാറ്റ കുറയും. 8K 16K റെസൊല്യൂഷനിലാണ് നമ്മളെ വീഡിയോകളൊക്കെ കാണാൻ പറ്റുക. നമുക്കത് അത്യാവശ്യമാണ്. കാരണം പല വീഡിയോസും നമുക്ക് കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ സമയത്തിന് കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇന്ററപ്റ്റഡ് ആകുന്നത്, പലതും ഡൗൺലോഡ് ആവാത്തത് നമ്മുടെ ഡാറ്റ കുറവാണ്. അപ്പൊ അത് കുറെ കൂടി മെച്ചപ്പെടും. പകർപ്പവകാശം സംബന്ധിച്ചുള്ള ചില വെല്ലുവിളികളുണ്ട്. തീർച്ചയായിട്ടും അത് നിയമം കൊണ്ടുവരേണ്ടതാണ്. നിയമം കൊണ്ടുവരും. ഇത് ആരായിരിക്കും AI റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ ഉത്തരവാദിത്വം, ആർക്കാണ് ഇതിന്റെ പകർപ്പവകാശം? അത് മാത്രമല്ല സാർ, ഭയങ്കരമായിട്ട് ഈ പ്ലാഗിയാരിസ് കോപ്പി അടിക്കുന്നവരുണ്ട്. അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ചുരണ്ടി എടുത്തിട്ട് തന്റെ പേരിൽ അപ്പുറത്ത് കൊണ്ടിടുക. അത് ആ കുറ്റം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വലിയ വമ്പന്മാരുണ്ട് കേട്ടോ, പ്രമുഖരൊക്കെ. ഇക്കാര്യത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് കേട്ടോ, ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡീപ് ഫേക്ക് ഉപയോഗിച്ചിട്ടുള്ള AI നിർമ്മിത തെറ്റായ വിവരങ്ങളൊക്കെ കൃത്രിമമായി പ്രചരിപ്പിക്കുക. അതുപോലെ മിസ്ഇൻഫർമേഷൻ, തെറ്റായ വിവരങ്ങൾ കൊടുക്കുക. ഉയർന്ന ചെലവ്, ചെലവ് കൂടും. കമ്പ്യൂട്ടറുകളുടെയും മറ്റു ഉപകരണങ്ങളുടെയും വൈദ്യുത ചെലവ് അല്ലാതെ ചെലവും കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഈ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ പറഞ്ഞ ഡിവൈസ് തന്നെ വില കൂടും. നമ്മൾ ഗൂഗിളൊരു മുന്നോട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് കൂടുതൽ AI ടൂളുകൾ പഠിക്കുകയും എഡിറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ പരിശീലിച്ചു തുടങ്ങുക, പുതിയ ഫോർമാറ്റുകൾ പരീക്ഷിക്കുക, AR VR പോലുള്ള ഈ കാഴ്ചകൾ, ആ ഫോർമാറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളടക്കം നിർമ്മിക്കാനായി പഠിക്കുക, സാങ്കേതിക ജ്ഞാനം നേടുക. AI മെഷീൻ ലേണിംഗ് പോലുള്ള സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നേടുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ നല്ലതാണ്. വളരെ കൃത്യമാണ് അത്. കാരണം ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണ രീതിയിൽ ഇത്തരം പ്രോഡക്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ ചെറുപ്പക്കാർ പഠിക്കുക. അതിന് പകരം മുൻകൂട്ടി പഠിച്ചു വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ ഉപകരണം വന്നാൽ ഉപകരണത്തെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതിന് മുമ്പേ സഞ്ചരിക്കാൻ പറ്റും. വേറൊന്ന്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്, നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവർ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കാര്യങ്ങൾ ഈ കുട്ടികൾ പഠിക്കുകയും ചെയ്യും. അത് വളരെ നല്ലതാണ്. നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ യൂട്യൂബ് ഇനി വേറൊരു വീഡിയോ സെർച്ചിങ് പ്ലാറ്റ്ഫോം അല്ല, AI-യുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പുത്തൻ കാഴ്ചാനുഭവങ്ങളെയും ഉള്ളടക്കങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു പുതിയ 3D സംവിധാനമൊക്കെ അതിൽ വരാൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പുനർനിർവചിക്കുന്ന ഒരു ഭാവിയുടെ വിഷ്വൽ സെർച്ച് എഞ്ചിനായി, ഒരു വാതിലായിട്ട് യൂട്യൂബ് മാറാൻ പോവുകയാണ്. തീർച്ചയായിട്ടും യൂട്യൂബ് മാറട്ടെ. ഏത് തരത്തിലുള്ള മനുഷ്യന്റെ മുന്നേറ്റവും, സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം, ശാസ്ത്രത്തിന്റെ മുന്നേറ്റം, അന്തിമമായി ഏത് നിർമ്മിത ബുദ്ധി നമ്മൾ പറഞ്ഞാലും ആ ബുദ്ധിയുടെ പിന്നിൽ എപ്പോഴും മനുഷ്യന്റെ ബുദ്ധി തന്നെയാണ് ഉണ്ടാവുക. ആശയങ്ങൾ മുഴുവൻ കൊടുത്താലേ ഉള്ളൂ, കമാൻഡ് കൊടുത്താലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും, വോയിസ് കൊടുത്താലൊക്കെ നമ്മൾ കൊടുക്കണം. അതെ അതെ, നിങ്ങൾ വളരെ കൃത്യമായിട്ട് പണ്ട് ഫുക്കുയോ ആരാണ് പറഞ്ഞത്, ഫുക്കുവോക്കയാണെന്ന് തോന്നുന്നു, ഫുക്കുവോക്ക, ജപ്പാൻ ഒറ്റ വൈക്കോൽ വിപ്ലവം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, പരീക്ഷണശാലയിൽ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയെടുത്താലും അതിനേക്കാൾ മുന്തിയൊരു സാധനം ഭൂമിയിലുണ്ട്, അത് മനുഷ്യന്റെ ബുദ്ധിയാണെന്ന്.
മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറത്ത് അതിനേക്കാൾ അതിന്റെ ബുദ്ധി അതിലാൾക്ക് ഇതൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് മനുഷ്യന് അപ്രധാനമാകും, യന്ത്രങ്ങൾ മനുഷ്യനെ ഭരിച്ചു കളയും എന്നൊക്കെ പറയുന്ന ആശങ്കയിൽ ഒരു അർത്ഥമില്ല. കാരണം യന്ത്രങ്ങളെ ഭരിക്കാൻ, അതിനാണ് നമ്മൾ മുൻകൂട്ടി പറയുന്നത്, യന്ത്രങ്ങളെ ഭരിക്കാനുള്ള സാക്ഷരത മുൻകൂട്ടി നേടിക്കൊള്ളുക. അല്ലെങ്കിൽ നമ്മൾ ഈ യന്ത്രങ്ങളുടെ അടിമയായി പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിവരക്കേട് കൊണ്ടാണ്, നമ്മളുടെ നിരക്ഷരത കൊണ്ടാണ്. അത് സംഭവിക്കരുത് എന്നാണല്ലോ യൂട്യൂബ്. തീർച്ചയായിട്ടും മനുഷ്യന്റെ മുന്നേറ്റത്തിൽ ഈ സാങ്കേതിക വിദ്യ ഒട്ടും ചെറുതല്ലാത്ത വിപ്ലവം ആണ് ഉണ്ടാക്കുന്നത്. ആ വിപ്ലവത്തെ നമിക്കുകയും ആ വിപ്ലവത്തെ പിന്തുടരുകയും ആ വിപ്ലവത്തെ മനസ്സാ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പുതിയ മനുഷ്യൻ്റെ, പുതിയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ നിർദ്ദേശങ്ങൾ പ്രേക്ഷകരും സ്വീകരിക്കട്ടെ, നമുക്കൊക്കെ അത് മനസ്സിലാക്കുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.